Hello guys, welcome to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അപ്പോൾ ഒരു കപ്പിൾ എഡിഷൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ ചാനൽ കുറേ ഒരു 2 വർഷത്തിന് മുന്നേ നമ്മൾ തുടങ്ങിയതായി പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ലൈഫ് ഹാപ്പൻ ഗൈസ്, ഞങ്ങൾ പല പല കാര്യങ്ങളിലായി പ്രവാസി ജീവിതത്തിൽ പെട്ടുപോയി. അങ്ങനെ ഇപ്പം ഇവിടെ യുദ്ധമൊക്കെ നടക്കുകയാണ്. അതൊന്നും പറഞ്ഞിടാം. അപ്പം യുദ്ധമൊക്കെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇതൊക്കെ ആരൊക്കെങ്കിലും കാണുമോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ഫൺ അല്ലേ? ഓക്കെ, ഞങ്ങളുടെ കയ്യിലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻസ്. നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞ് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ്. ഫസ്റ്റ് വീഡിയോ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ് ആൻഡ് ഇസ് മോർ റൊമാൻറ്റിക്? Me. Who said you said I love you first? എങ്ങനാ പറഞ്ഞ? I love you. എടാ അങ്ങനല്ല കുഞ്ഞാ. ലവ് ഒക്കെ ചെയ്ത് കല്യാണം കഴിച്ചതാണെന്നുള്ള ഒരു സംഭവം. അപ്പം എൻ്റെ മുടി ലവ് ഒക്കെ ചെയ്ത് കല്യാണം കഴിച്ചതാണെന്നുള്ളൊരു സംഭവം. അപ്പം കുഞ്ഞാണ് ഐ ലവ് യു ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ ഞാൻ മോർ റൊമാൻറ്റിക്കാണ്. ഓക്കെ, ആരാണ് ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സോറി പറയുന്നത്? ഞാൻ സോറി പറഞ്ഞിട്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡു യു സീ us ഇമോഷണലി ഇൻ 5 years? ഒരു 5 വർഷത്തിൽ നമ്മൾ എന്താവുമെന്നായിരിക്കും കുഞ്ഞയ്ക്ക് തോന്നുന്നത്? 5 വർഷം കഴിഞ്ഞ് അതല്ല എടാ, നമ്മുടെ റിലേഷനിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തോ ആവുമെന്ന് നിനക്ക് തോന്നുന്നു? അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആവും? നീ ഇൻ്റർവ്യൂവിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? വേ ഡു യു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years? ലൈക്ക് ഐ വിൽ ബി ടീം ലീഡർ, ഐ വിൽ ബി മാനേജർ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ? പക്ഷേ അത് ലൈഫിൽ മാരേജ് സിറ്റുവേഷനകത്ത് എങ്ങനെ പറയും? പാരൻസ്, പിള്ളേരുടെ അച്ഛൻ. ഇപ്പം നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പം കുഞ്ഞയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിയാവുന്നത് എന്തുവാ? ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് പേടി തോന്നുന്നത് എന്തുവാ? അതായത് അയ്യോ ദൈവം ഇങ്ങനെ ആവുക, അങ്ങനെ ആവുക, അങ്ങനെയൊക്കെ നമുക്കൊരു ചിന്ത വരത്തില്ലേ? അതെന്തുവാ? വാർ. അതിപ്പോൾ യുദ്ധം, അത് ഫ്യൂച്ചർ അല്ലല്ലോ, അതിപ്പം വെരി നിയർ ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചർ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തായിത്തീരും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ ഒത്തിരി വലുതായി കഴിയുമ്പോഴും കുറച്ച് പിള്ളേരുടെ ആയിരിക്കും അല്ലേ? പിള്ളേരെ കുറിച്ചുള്ള ടെൻഷനാണോ? ആയിരിക്കും. ഫ്യൂച്ചറിൽ കരിയറിനെ കുറിച്ച് ടെൻഷൻ ഇല്ല. ഇവന് വായിക്കാൻ മടിയായതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ തന്നെ പറയുന്നത്. What's something small that always turn into a big issue? എന്താണ് നമ്മുടെ ഇടയിൽ ഒരു ചെറിയ കാര്യം എപ്പോഴും ഒരു വലിയ ഇഷ്യൂ ആയി മാറുന്നത്? കുഞ്ഞ പറ. അല്ല, ഇപ്പൊ കുഞ്ഞേയും പറ, ഞാനും പറയാം. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ ഒരു ഇങ്ങനെ എന്തേലും ഒരു കാര്യത്തിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ കുഞ്ഞയുടെ ഫുള്ള് മൈൻഡ് അതിലോട്ടാണ്. പിന്നെ കുഞ്ഞടുത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞയ്ക്ക് ശ്രദ്ധയില്ല. അപ്പം അതാണ് നമ്മുടെ ഇടയിൽ എപ്പോഴും ഒരു ഉള്ള. അല്ലാതെ കുഞ്ഞയ്ക്ക് എന്തുവാ, ഇടയ്ക്കിടയ്ക്ക് നാഗവല്ലിയാകും. അങ്ങനെ പറയാ, തമാശയാ. ഓക്കെ, നമ്മുടെ ഇടയിൽ അടി ഉണ്ടാവുന്ന സമയത്ത് ഓക്കെ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് പക്ഷേ ഓക്കെ അല്ലാതായിട്ട് ആക്ട് ചെയ്യുന്ന ആരാ? ആക്ടിങ് ഒന്നുമില്ല.
അല്ല ആക്ടിങ് ഇല്ല, എന്നാലും ഓക്കെ ഓക്കെ കുഞ്ഞാണല്ലോ ആദ്യം ഓക്കെ ആക്കുന്ന. അപ്പോൾ പ്രിറ്റൻഡ് ആ ക്വസ്റ്റ്യൻ ഇൻവാലിഡാ. വെൻ ഡു യു പ്രിറ്റൻഡ് ടു ബി ഓക്കെ ജസ്റ്റ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്? അതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ് പറഞ്ഞത് എനിക്ക്. അത് ഞാൻ വായിച്ചത് കൺവേർട്ട് ചെയ്തത് കറക്റ്റ് തെറ്റായി പോയതാണ്. ലൈക്ക് അതായത് ഇപ്പം നമ്മൾക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നു, നമ്മൾ അടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ കുഴപ്പമില്ല അങ്ങനെ കളഞ്ഞു. ഇപ്പൊ കുഞ്ഞ് ആ കപ്പ് അവിടെ നിന്ന് ഇടും, അപ്പൊ ആ കപ്പ് ഇപ്പൊ എടുക്കാനല്ല അങ്ങനല്ല പോലെ എടാ ആ കപ്പ് ഇട്. അപ്പൊ കുഞ്ഞിക്ക് എനിക്ക് കപ്പ് ഇപ്പൊ എടുക്കണ്ട, പക്ഷേ എടുത്തേക്കണം, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? കുഞ്ഞ കപ്പ് എടുക്കുക എന്നാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പരിപാടി. അപ്പം അടി കൂടുന്ന കപ്പിൾസിന്റെ അടുത്ത് കുഞ്ഞയ്ക്ക് പറയാനായിട്ടുള്ളൊരു ഉപദേശം എന്തുവാ? കുഞ്ഞാടെ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ. നോ ഈഗോ. അടുത്ത ക്വസ്റ്റ്യന്, ടെൽ അബൌട്ട് എ ടൈം വി ഓൾമോസ്റ്റ് ഗേവ് അപ്പ്. ഒരു സിറ്റുവേഷൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടി കൂടുമ്പോഴെല്ലാം ഞാൻ പറയും എനിക്കിപ്പോ ഡൈവേഴ്സ് വേണം, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ അടി കൊടുത്ത് കുഞ്ഞ് അങ്ങനെ പറയാറില്ല. പിന്നെ നമ്മളിടയ്ക്കിടെ അടി കൂടുമ്പോ അത് പറയാം, എന്നിട്ട് അപ്പം തന്നെ നമ്മൾ അടി കൂടിയിട്ട് ഉറങ്ങാറില്ല, അന്ന് തന്നെ സോൾവ് ആക്കും. പക്ഷെ കുഞ്ഞയ്ക്ക് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അതായത് അങ്ങനെ ഒരു ഫീലിംഗ്, അതായത് ഒരു ടൈം ഓൾമോസ്റ്റ് ഗേവ് അപ്പ്, എല്ലാം നിർത്തണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉടനെ തന്നെ റീവാമ്പ് ആവും. അതൊരു കാര്യം, അത് കപ്പിൾസിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ഏർലി സ്റ്റേജിൽ ഞങ്ങളെടുത്ത ഒരു ഡിസിഷൻ, അതായത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സണെ നമ്മൾ ഇൻവോൾവ് ചെയ്യരുത്. അതായത് ഒരു തേർഡ് പേഴ്സൺ, അത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യിക്കും. അവരുടെ ഒരു സജഷൻസ് റിലേഷൻഷിപ്പിൽ എടുക്കരുത്. നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള എന്തും നമ്മൾ അതായത് ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ കാമുകൻ അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അല്ല, when did you feel this is my person question എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ അടി കഴിയുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നെ ഗിവപ്പ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ കുവൈറ്റില് ഫയർ നടന്ന ഒരു സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത ബിൽഡിംഗ് നമ്മൾ താമസിക്കാൻ എല്ലാവരും കുഞ്ഞാക്കി വേണമെങ്കിൽ ആ സമയത്ത് ഇയാളോട് ഞാൻ എനിക്ക് വേറെ അങ്ങനെ കളഞ്ഞിട്ട് വേണം പോകാൻ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. റൂം പോയി ഇയാളുടെ കൂടെ എനിക്കത് താമസിക്കാൻ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ചിലവരൊക്കെ കളഞ്ഞിട്ട് പോകും. എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ ഞങ്ങള് കൊറേ അനുഭവിച്ചു. അല്ല, നമ്മുടെ ഒരു വീഡിയോയിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഇല്ല സ്റ്റോറി പറയണ്ടേ? അതൊരു സ്റ്റോറിയാണ് ഗൈസ്. തുടങ്ങല്ലേ, അതൊക്കെ അപ്പം പറയാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സംതിങ് I did that surprised you? ഞാൻ ചെയ്തതില് നിനക്ക് സർപ്രൈസ് ആയിട്ട്
ഏറ്റവും വലിയ സർപ്രൈസ്. ഞാൻ ഓഫീസിൽ എന്റെ പൊന്നെ ഞാനങ്ങ് ഇല്ലാതായി പോയി. എന്റെ പൊന്നെ ഞാൻ തീർന്നു. ഞാൻ കാലോ മുതല് അപ്പം ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് ഞാൻ കുറേ നേരവും കൂടി അത് ഇങ്ങനെ അഭിനയിച്ച് ചത്ത നമുക്ക് ഇങ്ങനെ അഭിനയിച്ച് കിടക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞു നിന്ന് വിറയ്ക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് ഇവൻ ഇവിടെ കിടന്ന് ചത്താലും, അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇവരെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ പപ്പായ പുള്ളിക്ക് ഹാർട്ടിന് അത് കഴിഞ്ഞിട്ട് പിന്നെ സാന്റാക്ലോസ് പിന്നെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിക്ക് ഇവിടെ ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മോറിന്റെ അലാം, അതായത് ഇവിടെ മേളിൽ എയറിൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിനെ കുറിച്ച് സംസാരിച്ചു. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഐ മേക്ക് യുവർ ലൈഫ് ബെറ്റർ? ലൈഫ് ഒരു ശോക ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ തട്ടിക്കാത്തൊരു അപ്പം ഇതാണ് ഞങ്ങളുടെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ. അപ്പം നമുക്കറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആൻസറും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വേറെ കുറെ ഫൺ കണ്ടന്റ്, പിന്നെ കുറെ ടോക്കിംഗ് കണ്ടന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കണ്ടന്റ് ഒക്കെ ആയിട്ട് വീണ്ടും വരാൻ വേണ്ടി ഞങ്ങള് പ്രോത്സാഹിപ്പിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, കമന്റ്, ലൈക്ക്, ഷെയർ. Bye.